ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് ആരൊക്കെയാണെന്ന് പരിശോധിക്കാൻ നമുക്കറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് തന്നെ ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. അതിലേറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറുടെ പങ്ക്. അതും ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയുന്നവരെ ഞെട്ടിച്ചതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർ അയാൾ 2 കേസുകളിലെയും, അതായത് ദ്വാരപാലകപാളി കേസിലും കട്ടിളപ്പാളി കേസിലും 2ലും പ്രതി ചേർക്കപ്പെട്ടയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആദ്യത്തെ അറസ്റ്റ്. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒക്ടോബർ 16-നാണ് ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തെ അറസ്റ്റ്, അതായത് രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് നവംബർ 3-നാണ്. 2 കേസുകളിലെയും മുഖ്യപ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആദ്യത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അന്ന് ആദ്യം അറസ്റ്റ് ചെയ്തത് ബി മുരാരി ബാബുവിനെയാണ്. ശബരിമലയിലെ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. കഴിഞ്ഞ വർഷം 2025 ഒക്ടോബർ 23-നാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. സ്വർണം പതിച്ച പാടുകൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിനായിരുന്നു മുരാരി ബാബുവിന്റെ അതിലെ പങ്ക് കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് തന്നെയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 3ാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് ഡി സുധീഷ് കുമാറിന്റെ അറസ്റ്റായിരുന്നു. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് 2025 ഒക്ടോബർ 31-നാണ്. ഈ കേസിൽ 5ാം പ്രതിയാണ് സുധീഷ് കുമാർ. മാത്രമല്ല ഗൂഢാലോചനയിലും പങ്കാളിയാണ് സുധീഷ് കുമാർ എന്നത് തന്നെയാണ് കണ്ടെത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അറസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KS ബൈജുവിന്റെ അറസ്റ്റായിരുന്നു. മുൻ തിരുവാഭരണ കമ്മീഷണറായ KS ബൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് 2025 നവംബർ 6-നാണ്. ഈ കേസിലെ 7ാം പ്രതിയാണ് ബൈജു. നമുക്കറിയാവുന്ന പോലെ ഗുരുതരമായ കൃത്യവിലോപം നടത്തി, അതായത് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി കൈമാറ്റം ചെയ്യുന്നതിൽ ഉൾപ്പെടെ പോറ്റിയുടെ ഇടപാടുകളിൽ ഉൾപ്പെടെ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് KS ബൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. മറ്റൊരു ഏറ്റവും നിർണായകമായ അറസ്റ്റ് എന്ന് പറയാവുന്നത് N വാസുവിന്റെ അറസ്റ്റായിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ N വാസു ഈ കേസിൽ 3ാം പ്രതിയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം നവംബർ 11-നാണ്. അതായത് 2025 നവംബർ 11-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഈ സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തി കൊടുത്തുവിടുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്തി N വാസു എന്നതാണ് SIT കണ്ടെത്തിയത്. ഏറ്റവും നിർണായകമായ അറസ്റ്റ് എന്നതും സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കിയ അറസ്റ്റ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ A പത്മകുമാറിന്റെ അറസ്റ്റായിരുന്നു. 2025 നവംബർ 20-നാണ് അറസ്റ്റ് രേഖപ്പെടുന്നത്. നമുക്കറിയാവുന്ന പോലെ മുൻ MLA ആണ്. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ. സ്വർണ്ണക്കൊള്ളയിലെ സൂത്രധാരനാണ് പത്മകുമാർ എന്നതായിരുന്നു SIT-യുടെ കണ്ടെത്തൽ. ഏതായാലും പാർട്ടി ഇതുവരെ പത്മകുമാറിനെതിരെ നടപടിയെടുത്തിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കുന്ന മുറയ്ക്ക് നടപടിയെടുക്കാമെന്ന നിലപാടിൽ CPM ഇപ്പോഴും ഉറച്ചു നിൽക്കുകയുമാണ്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ S ശ്രീകുമാറിന്റെ അറസ്റ്റാണ് പിന്നാലെ നടന്നത്. ഈ കേസിലെ 6ാം പ്രതിയാണ് ശ്രീകുമാർ. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ഡിസംബർ 17-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ശ്രീകുമാർ ആണെന്നാണ് കണ്ടെത്തിയത്. മറ്റൊരു നിർണായകമായ അറസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം ആസൂത്രണം, അല്ലെങ്കിൽ ഈ സ്വർണം വേർതിരിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള നിർണായക പങ്കുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റ്. ഈ കേസിലെ 9ാം പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റായിരുന്നു മറ്റൊന്ന് നിർണായകമായത്. ഡിസംബർ 19-നാണ് പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പോറ്റി സ്വർണം കൈമാറിയത് സ്മാർട്ട് ക്രിയേഷൻസിനാണ്. സ്മാർട്ട് ക്രിയേഷൻസിന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക പങ്കുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയായിരുന്നു പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറസ്റ്റ് എന്ന് പറയുന്നത് 10ാം പ്രതിയായ ഗോവർദ്ധന്റെ അറസ്റ്റാണ്. ബെല്ലാരിയിലെ റൊദ്ധം ജ്വല്ലറി ഉടമയുടെ അറസ്റ്റും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. സ്വർണം വേർതിരിച്ച് ഭണ്ഡാരിയുടെ കമ്പനിയിൽ എത്തിച്ചത് ഈ റൊദ്ധം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനാണെന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് ഡിസംബർ 19-ന് അറസ്റ്റ് രേഖപ്പെടുന്നത്. ഇത്രയധികം അറസ്റ്റുകൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ N വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ദേവസ്വം ബോർഡ് മുൻ അംഗമായ വിജയകുമാർ. അദ്ദേഹം സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ കീഴടങ്ങുകയായിരുന്നു. ഡിസംബർ 29-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ദേവസ്വം ബോർഡ് മാനുവൽ ലംഘിച്ചു എന്നതാണ് അദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന. ഈ കേസിലെ 13ാം പ്രതിയാണ് കണ്ഠരര് രാജീവര്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിർണായക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുന്നത്. ഒരുപക്ഷെ ദൈവതുല്യനെന്ന് പത്മകുമാർ വിശേഷിപ്പിച്ചത് കണ്ഠരര് രാജീവരെ തന്നെയാണോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരും ഇടയിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് SIT ഏറ്റവും ഒടുവിലും കണ്ടെത്തുമ്പോൾ ഏറ്റവും നിർണായകമായ അറസ്റ്റ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തന്നെ ഏറ്റവും ഞെട്ടിച്ച അറസ്റ്റ് മുൻ തന്ത്രി കണ്ഠരര് രാജീവരുടേതാണെന്ന് പറയാതെ വയ്യ. ഇപ്പോഴിതാ ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ EDയും നടത്തുന്നു.
പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു ED എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട